ഞാൻ എൻ്റെ ലൈഫിൽ അധികം മിസ് ചെയ്യാത്തൊരു കാര്യമായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ പോട്ടയമ്പലത്തിൽ കൊടിയേറ്റ് കാണാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇന്ന് പതിവ് തെറ്റുമെന്നൊക്കെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് അമ്മയുടെ ക്ലിനിക്കിൽ കുറേ തിരക്കുള്ളതുകൊണ്ട് തന്നെ അമ്മ 6:30 ഇറങ്ങുമെന്നാട്ടോ പറഞ്ഞത്. പക്ഷേ 7:30 അമ്മേനെ കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. 7:30 to 8 മണി ഈ സമയത്തിലാണ് കൊടിയേറുമെന്നാണ് അമ്പലത്തിലെ നോട്ടീസിലൊക്കെ ഉള്ളത് കേട്ടോ. പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മളെന്തായാലും ഈ പ്രാവശ്യം മിസ്സാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ 7:45 അമ്മ ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ അമ്മേനെ പിക്ക് ചെയ്തിട്ട് ഞാനും അച്ഛനും അമ്മയും കൂടി നേരെ അമ്പലത്തിലേക്ക് പോയിട്ടോ. പോകുന്ന വഴിയും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം 8 മണിയൊക്കെ ആവാറായില്ല. അപ്പോൾ എന്തായാലും കൂടി കയറിയിട്ടുണ്ടാകും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ എന്നാലും ഞാൻ ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേന്ന് കൂടി കയറിയിട്ടുണ്ടാകല്ലേ എന്നും പറഞ്ഞ് എന്തായാലും എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. കൂടി കയറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ എത്തിയപ്പോഴേക്കും നമ്മളെത്തിയ സമയത്ത് തന്നെ അമ്പലം നിറച്ച ആൾക്കാരായിരുന്നു കേട്ടോ. ഞങ്ങളെ എരുക്കാർ ഫുൾ അമ്പലത്തിലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കൊടിമരത്തിൻ്റെ ഇവിടെ നിറച്ച ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. നമ്മൾ എത്തിക്കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാട്ടോ കൊടി കയറിയത്. ആദ്യം പോട്ടയിലമ്മയുടെ നടയിലും അതിനുശേഷം മുരുകൻ്റെ നടയിലുമാട്ടോ ഇവിടെ കൊടി കയറുന്നത്. അപ്പോൾ ഇവിടെ കൊടി കയറിയതിന് ശേഷം നമ്മളെല്ലാവരും നേരെ മുരുകൻ്റെ നടയിലെ കൊടിമരത്തിൻ്റെ അടുത്തേട്ട് പോകുന്നു കേട്ടോ. 2 നടയിലും കൊടി കയറി കഴിയുമ്പോഴേക്കും ഇവിടെ വെടിക്കെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും കേട്ടോ. വെടിക്കെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉത്സവത്തിൻ്റെ ആദ്യ ദിവസമായി ഇന്ന് തിരുവാതിര കളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 വേദിയിലാണ് പരിപാടി എടുക്കുന്നത്. അപ്പോൾ ഒരു വേദിയിൽ ഭജന പാട്ട് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മളിത് തിരുവാതിര കളി കാണാൻ വേണ്ടി ഈ വേദിയിലേക്കാട്ടോ വന്നേക്കണത്. ഇന്നപ്പോൾ 2 തിരുവാതിര കളിയും ഒരു ഫ്യൂഷൻ കൈകൊട്ടി കളിയാട്ടോ ഉള്ളത്. അപ്പോൾ നമ്മളിതേ ഫ്രണ്ടിൽ തന്നെ തിരുവാതിര കളി കാണാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. വെടിക്കെട്ടെല്ലാം കഴിഞ്ഞത് ആദ്യമേ നമ്മൾ ഇങ്ങോട്ട് ഓടിയോണ്ടാണ് നമുക്കിതേ ഫ്രണ്ടിൽ തന്നെ സീറ്റ് കിട്ടിയിട്ട്. കാരണം ബാക്കിലേക്ക് നോക്കി എന്തോരോ ആൾക്കാർ കുറേ പേരൊക്കെ നിന്നുകൊണ്ടാട്ടോ തിരുവാതിര കളിയെ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ തിരുവാതിര കളിയും ഫ്യൂഷൻ കൈകൊട്ടി കളിയും കണ്ടതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോരുവാട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് എല്ലാ ദിവസവും ഉത്സവം തീരുന്ന വരെ വൈകിട്ട് ആകുമ്പോഴത്തേക്ക് അമ്പലത്തിലേക്ക് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.